ഷുവർ ആയിട്ടും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസിന്റെ സീരീസ് ആണ് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു കിട്ടില്ല അടിപൊളി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, മാത്രമല്ല വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, അപ്പൊ സാൻമേയേഴ്സ് റിയാക്ഷൻ എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ സാൻമേയേഴ്സ് പഠിക്കാനുള്ള എളുപ്പ വഴി ഇതാണ്. സാൻമേയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അനിലിൻ. അപ്പൊ ബെൻസ് കാറ് NH, ഒരു ബെൻസീൻ റിംഗ് വരയ്ക്കുക, അതിന് മുകളിൽ NH. അപ്പൊ ബെൻസ് കാറ് NH അനിലിനാണ്. അനിലിന് NH ഇറങ്ങിയ സമയത്ത് എന്ത് ചെയ്തു? അനിലിന് നാനോ കാറിൽ ആരോ എന്ത് ചെയ്തു? ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ചു. അപ്പൊ അനിലിൻ എന്ത് ചെയ്തു? അനിലിൻ നോക്കല്ലേ എന്ന് പറഞ്ഞു. NCl നോക്കല്ലേ 2 വട്ടം. ഇനി അനിലിൻ ചാർജഡ് ആയി, പൊട്ടിത്തെറിച്ചു, പ്ലസ് ഓർ മൈനസ്. അപ്പൊ അനിലിന് ആളുകൾ എന്ത് ചെയ്തു? കൂക്കൽ തുടങ്ങി. കൂക്കൽ CuCl. അപ്പം കൂക്കൽ തുടങ്ങിയപ്പോ അനിലിൻ എന്തായി? അനിലിൻ അവിടെ NH2 ഒക്കെ പോയി, NH എന്നൊക്കെ പോയിട്ട് അനിലിൻ ആകെ കല്ല് പോലെയായി. അല്ലെങ്കിൽ അനിലിൻ ആളുകൾ എറിയാൻ വേണ്ടിയിട്ട് ആരെ എറിയരുത്, ഒരു കല്ല് പെറുക്കി കൊണ്ടുവന്നു. അപ്പൊ അതിനകത്ത് കല്ല്. ഓക്കെ അല്ലേ? അനിലിൻ കല്ലായി. ആളുകൾ കൂക്കൽ തുടങ്ങിയപ്പോ അനിലിൻ കല്ലെടുത്തു. ഓക്കെ അല്ലേ? അപ്പൊ ഇതൊക്കെ അതിനകത്ത് അറിയാം നിങ്ങൾക്ക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇത് NH അനിലിനാണ്. അപ്പം അതിനകത്ത് ഇത് നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ട്. സാൻമേയേഴ്സ് റിയാക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം സാൻമേയേഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതാണ്, ഈ സ്റ്റെപ്പാണ്. അപ്പം അനിലിൻ, അതെ. അപ്പൊ ആരും ഇത് മറക്കൂല. അനിലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ സാൻമേയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബെൻസ് കാറ് NH ഇറങ്ങി. ആരാണ്? അനിലിനാണ്. ഇതിന്റെ പേര് എന്താണ്? അനിലിൻ. അപ്പൊ അനിൽ ബെൻസ് കാറുമായിട്ട് NH ഇറങ്ങി. അപ്പൊ അനിലിന്റെ നാനോ കാറിലേക്ക് ആരോ എന്ത് ചെയ്തു? ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ചു. അപ്പൊ അനിലിൻ എന്ത് പറഞ്ഞു? ആളുകളോട് അങ്ങോട്ട് നോക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ നോക്കല്ലേ എന്നാണ് 2 വട്ടം പറഞ്ഞു. അനിലിൻ ആകെ ദേഷ്യപ്പെട്ടു, ചാർജഡ് ആയി, പ്ലസ് ആൻഡ് മൈനസ്. എന്നിട്ട് എന്ത് ചെയ്തു? അനിലിന്റെ അപ്പം ആളുകൾ എന്ത് ചെയ്തു? കൂക്കൽ തുടങ്ങി. അപ്പൊ അനിലിൻ എന്ത് ചെയ്തു? അനിലിൻ NH എന്നൊക്കെ പോയിട്ട് കല്ലെടുത്ത് ആളുകൾക്ക് നേരെ കല്ലെടുത്തു. അപ്പൊ അതാണ്. അപ്പൊ അനിലിൻ അങ്ങനെ അതിനകത്ത് ഇവിടെയും ഒരു HCl കൊടുക്കണം. അപ്പൊ ഈ സ്റ്റെപ്പാണ് സാൻമേയേഴ്സ് റിയാക്ഷൻ. ഈ സ്റ്റെപ്പ് ഡയാസോട്ടൈസേഷൻ ആണ്. ഈ സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റത്തെ സ്റ്റെപ്പ് ഡയാസോട്ടൈസേഷൻ. ഈ സ്റ്റെപ്പ് എന്താണ്? സാൻമേയേഴ്സ് റിയാക്ഷൻ. അപ്പൊ ഇത് നമ്മൾ അതിനകത്ത് എന്ത് ചെയ്തിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ അതിനകത്ത് പറഞ്ഞിരുന്നു. ഓക്കെ അല്ലേ? എന്തുകൊണ്ടാണ് അട്ടപ്പടലം പൊട്ടി വന്നവർ പോലും? ഇപ്പൊ ഈ അടുത്ത് എന്റെ മൊബൈലിലോട്ട് ഒരു മെസ്സേജ് വന്നു, മാർക്ക് ഡിഫറൻസ് ആർ ക്ലാസ് ജോയിൻ ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റുഡന്റ്. അപ്പൊ അവരുടെ 2 മാർക്ക് ലിസ്റ്റ് അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. കെമിസ്ട്രിയിൽ അതിനകത്ത് ഒരുപാട് പേര് ഫെയിൽ ആവുന്നത്, ഇപ്പൊ നമ്മുടെ ബാച്ചിലും ഒരുപാട് സ്റ്റുഡൻസ് ജോയിൻ ആവുന്നത് കെമിസ്ട്രിയിലോട്ട് വേണ്ടിയിട്ടാണ്. കെമിസ്ട്രി ഫെയിലായി വന്നിട്ട് കണ്ട 9 മാർക്കാണ് ഇവരുടെ കെമിസ്ട്രിയിലെ ഫെയിലായ സമയത്തെ മാർക്ക്. അപ്പൊ ബയോളജിയും അവർ ഫെയിൽ ആയിരുന്നു, 15 മാർക്ക്. അങ്ങനെ നമ്മുടെ ബാച്ചിലോട്ട് വന്നപ്പോൾ റിസൾട്ട് നോക്കൂ നിങ്ങൾ. അവരുടെ ഇതിനകത്ത് ഇപ്പം വന്ന റിസൾട്ടിലോട്ട് നോക്കുമ്പോൾ അതിനകത്ത് കെമിസ്ട്രിയിൽ 36, +2 മാത്രം അവർ ഡബിൾ ക്ലാസ്സിലോട്ട് എത്തി. 9 നിന്ന് 36. ബയോളജി കണ്ടോ? 39 എത്തിയത്. വേറൊരു സ്റ്റുഡന്റ്, ഇവരാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഫെയിലായി. പിന്നെ തനിയെ എക്സാം എഴുതാൻ നോക്കി, പക്ഷേ വീണ്ടും ഫെയിലായി. പിന്നീട് നമ്മളെ കുറിച്ചറിഞ്ഞ് ബാച്ചിൽ ജോയിൻ ആയപ്പോൾ പിന്നെ ആ സമയത്ത് റൂൾ ഉണ്ടായിരുന്നു +1ഉം +2ഉം എഴുതണമെന്ന്. അങ്ങനെ +1ൽ തന്നെ 36, +2ലാണെങ്കിലോ 46. ഒരു 6 കൂടി ഉണ്ടായിരുന്നെങ്കിൽ A+ ആയേനെ. ഫെയിലായി വന്ന ഒരു സ്റ്റുഡന്റിന് A+ അറൗണ്ട് എത്തി എന്ന് പറഞ്ഞത് ഞാൻ ഈ ഒരു കേസാണ്. അങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. ഈ ഒരു കേസ് 6 മാർക്കാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവര് അതിനകത്ത് കെമിസ്ട്രി ഇവർക്ക് ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ കെമിസ്ട്രിയിൽ 6 മാർക്കുമായിട്ട് ഫെയിലായി വന്നിട്ട് പിന്നീട് നമ്മുടെ ബാച്ചിൽ ഇവരുടെ റിസൾട്ട് നോക്കൂ. കെമിസ്ട്രി 35 സെക്കൻഡ് ഇയറിലെ TE മാർക്ക് നോക്കൂ. ആദ്യം 6 ആയിരുന്നു. നിങ്ങൾക്ക് നോക്കാം, എല്ലാം നമ്മൾ പ്രൂഫ് വെച്ചാ പറയുന്നത്. അപ്പൊ ഇതുപോലെ ഒരുപാട് കേസുകൾ. കേസ് നോക്കൂ, 6:32 കേസുകൾ, 5:24 കേസുകൾ, 6:27, 8 മാർക്കാണ്. +1 ഫിസിക്സിൽ 8 മാർക്കായിരുന്നു. +2ലാണെങ്കിൽ 5-7. അട്ടപ്പടലം പൊട്ടി 28 വേണമായിരുന്നു. എക്സാമിന് നേടിയെടുത്തു. കെമിസ്ട്രിയും ഫെയിൽ ആയിരുന്നു. 2 ഒരുമിച്ച് നേടി 9:31. ഈ ഒരു കേസ് +1 ഫിസിക്സ് ഫെയിലായി. പിന്നെ എഴുതി +2ൽ 40 അറൗണ്ട് മാർക്ക്. അതിനകത്ത് +2 ഫിസിക്സിൽ മാത്രം ഫെയിലായ ഒരു സ്റ്റുഡന്റ് കുറഞ്ഞ സമയത്ത് എക്സാം കൊണ്ട് നേടിയെടുത്തു. ഇവർ 2 സബ്ജക്ട് ഫെയിലായിരുന്നു. ഇത് ബയോളജിയും മാത്സും ഫെയിലായി. വീണ്ടും നമ്മുടെ അതിനകത്ത് 3ാമത്തെ തവണയാണ്. ആദ്യമൊന്നും നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയിട്ടില്ല. ആദ്യം ഫെയിലായി, വീണ്ടും അവർ ഫെയിലായി. പിന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയി. മാത്സും ബയോളജിയും ക്ലിയർ ആയി. ഇന്നിപ്പം ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡിൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞാനൊരു കാര്യം, നമ്മുടെ ബാച്ചിൽ ജോയിൻ ആകാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഏത് ടോപ്പിക്കിൽ, ഏത് ചാപ്റ്ററിൽ, ഏത് ടോപ്പിക്കിൽ ഡെമോ വേണമെന്ന് വെച്ച് പറഞ്ഞാൽ അതിപ്പം ഏത് സബ്ജക്ട് ആയിക്കോട്ടെ നമ്മൾ അങ്ങ് വെച്ച് തരും. സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ആയാൽ മതി എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ ടൈം, നിങ്ങളുടെ ഈ ഒരു എക്സാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ അടുത്ത വർഷമാണ് എഴുതാൻ സാധിക്കുക. സോ നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ക്ലാസ്സുകളിലാണ് നിങ്ങൾ ജോയിൻ ആവേണ്ടത്. നിങ്ങൾക്ക് എവിടെയും ജോയിൻ ആകാം. അപ്പൊ നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ഇതാണ് നമ്പർ 77 36 70 70 45 ലൈവ് ക്ലാസ്സുകളാണ്. ഓൾറെഡി അതിനകത്ത് സ്റ്റുഡൻസ് ജോയിൻ ആയിട്ടുണ്ട്.